കലയിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനത്തിലാക്കി കഴിഞ്ഞാൽ അത് ശരീരം സ്വന്തമാക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതെന്തായാലും തൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക എന്ന് മാത്രം നമുക്കതിനെ മനസ്സിലാക്കാം. ആ അവസ്ഥയിൽ എല്ലാം മറന്ന് നമുക്കായി സമർപ്പിക്കപ്പെട്ട് നിസ്സഹായതയോടെ നിൽക്കുന്ന ഇരയുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തയെ നമുക്ക് പാപം എന്ന് വിളിക്കാമോ? സത്യത്തിൽ ആരാണ് പാപത്തിന് ഉത്തരവാദി? അല്ലെങ്കിൽ അതിന് കാരണമായത് എന്താണ്? ഉത്തരങ്ങൾ പലവിധമുണ്ടാകും. പക്ഷേ അവസ്ഥ ഒന്നു മാത്രം: നിസ്സഹായത. അതുമാത്രം സത്യമാണ്. പിന്നെ എല്ലാ നിസ്സഹായതകൾക്കും പാപത്തിനും മേലെ മനസ്സുകൾ സ്വയം സമാധാനിപ്പിക്കുന്ന ജീവിതാവസ്ഥകളുണ്ട്. അതിനെ സാഹചര്യമെന്നും കാലമുണക്കാത്ത മുറിവുകളില്ലെന്നോ ഒക്കെ ആലങ്കാരികമായി നമുക്ക് പറഞ്ഞു വയ്ക്കാം. അതൊരു മുറിവായി കരുതുന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ മനസ്സിനേറ്റ ചില മുറിവുകൾ നമുക്ക് ആനന്ദം നൽകാറുമുണ്ട്. നിഷ്കളങ്ക മനസ്സുകളിൽ വശീകരണത്തിന്റെ കയർക്കുരുക്കുകൾ മുറുക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോവുക സ്വാഭാവികം മാത്രം. വശീകരണത്തിന് വിധേയമാകുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ആനന്ദിക്കുമ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുവാനാണ് വശീകരണ വിദഗ്ധന്മാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതായത്, കാലിൽ ഒരു മുള്ളു കൊണ്ടിരിക്കുന്ന അവസ്ഥ. മുള്ളു കൊണ്ടു എന്നതുകൊണ്ട് നടക്കാതിരിക്കുവാനാവില്ല. പക്ഷെ നടക്കും തോറും മുള്ളു കൂടുതൽ കാലിലേക്ക് തറഞ്ഞു കയറുകയും ചെയ്യുന്നു. മാത്രമല്ല, മുള്ളൂരി മാറ്റി സ്വാഭാവികമായി നടന്നു പോകുവാനും കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നു. നിഷ്കളങ്ക മനസ്സുകളിൽ വശീകരണത്തിന്റെ കയർക്കുരുക്കുകൾ മുറുക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതറിപ്പോവുക സ്വാഭാവികം മാത്രം. വശീകരണത്തിന് വിധേയമാകുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ആനന്ദിക്കുമ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുവാനാണ് വശീകരണ വിദഗ്ധന്മാർ എപ്പോഴും ശ്രമിക്കുന്നത്.